പക്ഷെ ഇന്ന് നമ്മുടെ ഗാനഗന്ധർവന്റെ 84 അല്ലേ? ആ ദിവസമായതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒന്ന് തുടങ്ങാം അല്ലേ? രഞ്ജിന് എങ്ങനെയാണ് നമ്മുടെ ദാസേട്ടനെ ഞാൻ എൻ്റെ ഗാനഗന്ധർവൻ? ആദ്യ പടത്തിലെ ആദ്യ പാട്ട് പാടിപ്പിക്കാൻ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ദാസേട്ടനെയായിരുന്നു. പൂമുത്തോളെ പാടിപ്പിക്കാനായിട്ട്. അപ്പോൾ പക്ഷെ മകനെയാണ്. അതെ, എനിക്ക് കിട്ടിയത് വിജയ്. പക്ഷെ അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം വിജയനെ ഈ പറഞ്ഞ പോലെ കേരള സംസ്ഥാന സർക്കാർ അവാർഡ് നൽകി അംഗീകരിച്ചു പൂമുത്തോളെ എന്ന് പറഞ്ഞ പാട്ടിനെ. അപ്പോൾ വിജയനും അറിയാം ആ കാര്യം, ഞാൻ ദാസേട്ടന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ എന്തൊക്കെ കാരണവശാൽ അത് സംഭവിച്ചില്ല. അതിൻ്റെ കൂടുതൽ കാരണം ബാക്കി എല്ലാ പാട്ടുകളും വിജയ് പാടിയപ്പോൾ അതെല്ലാം കുറച്ചിങ്ങനെ എല്ലാവർക്കും അധികം ചേർന്ന് നിന്നു. വിജയുടെ ശബ്ദം ഉയരുനാഥനെ പാടിക്കഴിഞ്ഞിരുന്നു, അതിനു മുന്നേ തന്നെ കണ്ണത്താ ദൂരം പാടിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയ് മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവസാനം എത്തിയതാണ്. അപ്പോൾ ദാസേട്ടനെ പാടിച്ചില്ലെങ്കിലും വിജയനെ പാടിക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ദാസേട്ടനോട് ഇതുവരെ എനിക്ക് സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് വളരെ സങ്കടമായിരുന്നു. അപ്പോൾ അതിൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ എനിക്ക് ദാസേട്ടനായിട്ട് ഫോണിൽ സംസാരിക്കാൻ പറ്റിയത് നമ്മുടെ മധുചേട്ടൻ ആയിട്ട് കാഷ്ലി ഞങ്ങളിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഗ്യാദർ ചെയ്ത ഒരു ടൈമിൽ മധുചേട്ടൻ പെട്ടെന്ന് ഫോൺ ചെയ്തിട്ട് ദാസേട്ടനോട് സംസാരിച്ചു. പൂമുത്തോളെ പാടിപ്പിക്കാൻ വിചാരിച്ചോണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ തന്നു. പിന്നെ കുറേ നേരം സംസാരിച്ചു ദാസേട്ടൻ. എനിക്ക് തോന്നുന്നു 10 മിനിറ്റോളം ദാസേട്ടനോട് ഒരു 1.5 മാസം മുന്നേ എനിക്ക് ഒരുപാട് സമയം സംസാരിക്കാൻ പറ്റി. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, എപ്പോഴാണോ ഞാൻ പാടേണ്ട രഞ്ജന ആ ഒരു സമയം ആവുന്ന സമയത്ത് ആ പാട്ട് നിങ്ങൾ കമ്പോസ് ചെയ്യും, ആ സമയത്ത് ഞാൻ വന്ന് പാടിയിരിക്കും, അപ്പോഴേ പാടുള്ളൂ, അപ്പോഴേ അത് നടക്കുള്ളൂ, അപ്പോൾ സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഈ ജോസഫിന്റെ ആ ഒരു സിനിമയുടെ ഒരു ആത്മാവ് ഉള്ള ഗാനങ്ങളുണ്ട്. ആ പാട്ടിലൂടെയാണ് ആ ഒരു കൃത്യമായ ആ ഒരു ഫീൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. അതിനു മുൻപ് കിരീടം എന്ന സിനിമയിലാണ് ആ ഒരു പാട്ട് ആ സിനിമയെ തന്നെ മാറ്റുന്ന ഒരു സീനുണ്ട്. അതേപോലെയാണ് ഈ പൂമുത്തോളെ ആ സിനിമയിൽ അല്ലേ? തീർച്ചയായിട്ടും എല്ലാ പാട്ടുകൾക്കും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ആ സിനിമയിലുണ്ടായിരുന്നു. ഒരു പാട്ട് പോലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു അവസ്ഥ ആ സിനിമയിലുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് പോലും പടം ഇറങ്ങിയ ശേഷം എനിക്ക് പോലും അന്ന് റിയലൈസ് ചെയ്തത്. കാരണം ഈ സിനിമയുടെ കഥ പറയുന്ന സമയത്ത് 2 പാട്ടുകൾ മാത്രമേ സിറ്റുവേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഉയരുനാഥൻ എന്ന് പറഞ്ഞൊരു ഡിവോഷണൽ സോങ്ങിൻ്റെ സിറ്റുവേഷനും പിന്നെ കണ്ണത്താ ദൂരം ഒരു ഇമോഷണൽ ഒരു ട്രാക്കും കൂടെ വരുന്നത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആ സിനിമ വളരെ സ്പീഡിലാണ് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നത്. ആ സമയത്ത് സംഭവിച്ചതാണ് ബാക്കിയുള്ള പാടുവരമ്പത്തിലൂടെയും കരിനീലക്കണ്ണുള്ള പെണ്ണും അങ്ങനെയുള്ള. പൂമുത്തോളെ സിനിമയുടെ ചിന്തയിൽ പോലും ഇല്ലായിരുന്നു. അത് ഏറ്റവും ലാസ്റ്റ് വിഷ്വൽ ചെയ്ത ശേഷം വിഷ്വൽ നോക്കി കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ ഉണ്ടായ പാട്ടാണ്. എനിക്ക് തോന്നുന്നു കമ്പോസിങ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ പാട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അത്ര സ്പീഡിൽ എല്ലാ കാര്യങ്ങളും നടന്നു വരും. പക്ഷെ അത് നമുക്ക് ലൈഫ് ടേണിങ് സോങ് ആയിട്ട് മാറി എന്നുള്ളതാണ്. എനിക്കൊന്നു യേശുദാസിന്റെ പാട്ടുകളിൽ രഞ്ജിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഇഷ്ടം എന്നൊന്നുമില്ല ദാസ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത് നിൽക്കുന്നത്. എനിക്ക് മൂവന്തിയായി പകലിൽ ഞാൻ ഏറ്റവും കൂടുതൽ പാടാറുള്ളത് ഇന്നും എൻ്റെ കണ്ണുനീരിൽ ദേവാങ്കണങ്ങളൊക്കെയാണ്. സ്വിച്ചിട്ട പോലെ പാടുന്നത്. എനിക്ക് റിപ്പോർട്ടിൽ തന്നെ ഞാൻ പാടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മള് ഓണത്തിന് ഇരുന്നിരുന്നു, അപ്പോൾ പാടിയിട്ടുണ്ടാവാൻ വഴിയുണ്ട്. വരമ്പത്തിരുന്ന് ഓണം അതെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള പാട്ട് ദേവാങ്കണങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ LKG പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പാടിയൊരു പാട്ട് പാദബലം തരണം എന്ന് പറഞ്ഞിട്ടൊരു ഡിവോഷണൽ സോങ്ങാണ്. അത് വിജയ് ചെറുപ്പത്തിൽ പാടിയ പാട്ടാണ്. അതേപോലെ ഞാൻ എൻ്റെ ശബ്ദമൊക്കെ ഒന്ന് മാറിയ ശേഷം ആദ്യമായിട്ട് പാടിയത് ചന്ദന വളയിട്ട കൈകൊണ്ടു നീ എന്ന് പറഞ്ഞ വിദ്യാജിയുടെ സോങ്ങാണ്. അത് വിജയുടെ ശബ്ദം ആൽബം സോങ്. ആൽബം. വിജയുടെ ശബ്ദം ഒന്ന് മാറി തുടങ്ങിയ സമയത്ത് പാടിയതാണ്. അപ്പോൾ ഞാൻ വിജയനെ എപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോഴും ഞാൻ ഈ കഥ പറയാറുണ്ട്. അപ്പോൾ ദാസേട്ടൻ കുടുംബമായിട്ടുള്ള എൻ്റെ ബന്ധം അങ്ങനെയാണ് ഇങ്ങനെ തോന്നാറുണ്ട്. കാരണം അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഏത് കോമ്പറ്റീഷൻ, ഞാൻ സിംഗറായിട്ടാണ് തുടങ്ങിയത്, സിംഗറായിട്ട് തന്നെയാണ് ഞാൻ വളർന്നത്. അപ്പോൾ ഏതൊരു കോമ്പറ്റീഷൻ വന്നാലും അൾട്ടിമേറ്റ് ദാസേട്ടൻ്റെ പാട്ട് അദ്ദേഹം പാടിയ സംഗതികൾ അതുപോലെ നമ്മൾ എങ്ങനെ പാടാം എന്നുള്ള ട്രൈയിലാണല്ലോ പിന്നെയുള്ള നമ്മുടെ ഒരു ലൈഫ്. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടുള്ള ദാസേട്ടൻ്റെ പാട്ടിലാണ്. ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ വെച്ചിട്ടുണ്ടാവുക ദാസേട്ടൻ്റെ ഭക്തി ഗാനങ്ങളായിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു 9-10 മണിയൊക്കെ തന്നെ അച്ഛൻ ഫെസ്റ്റിവൽ സോങ്സിലേക്ക് കിടക്കും അല്ലേ, മാമാങ്കം പോലെയുള്ള. അപ്പോൾ അത് കേട്ടിട്ടാണ് എൻ്റെ ഒരു വളർച്ച, ഒരു ചൈൽഡ്ഹുഡിലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അപ്പോൾ ദാസേട്ടൻ്റെ ശബ്ദമായിട്ട് എൻ്റെ ലൈഫ് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആണ്. ഒരു പാട്ട് നമുക്ക് മൂളാം, പക്ഷേ ഈ സമയത്തുള്ള തൊണ്ട ഒരു പേടി മാത്രമേ ഞാൻ ഒരാൾ പാടുന്ന അറിഞ്ഞിരുന്നു കേട്ടോ. അതെ അതെ ആ പാട്ട് അത് കേൾക്കാൻ ആരും അങ്ങനെ ചോദിക്കുന്ന കണ്ടപ്പോ ഞാൻ എത്തിയിട്ട് പാടിച്ചാൽ മതി. അല്ല, നമുക്ക് എന്നിട്ട് കൊള്ളാമെങ്കിൽ അടുത്ത പടത്തിൽ അവസരവും കൊടുക്കാം. തീർച്ചയായിട്ടും ഉണ്ട്. ആരേത് പാട്ടാ പാടാം? ആണല്ലേ, വെള്ളി വീണ. നമ്മൾ 4 പേരല്ലേ ഉള്ളൂ, ഞങ്ങൾ വാർത്തയിൽ ഇഷ്ടംപോലെ വെള്ളി ഇവിടെ ഇടാറുള്ളത്. അയ്യോ, കാരണം ഞാൻ ലാസ്റ്റ് ടൈം ചേച്ചിയുടെ ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് റിപ്പോർട്ടർ TV വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് കോൾസ് കിട്ടി. അപ്പോൾ അത്രയും ജനങ്ങൾ ഇങ്ങനെ വാച്ച് ചെയ്യണമെന്ന് എനിക്കറിയാം. അതാണ് എൻ്റെ ഒരു പേര്.
ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി ജോൺസൺ വാവ് എനിക്കൊന്ന് രവി